വെൽക്കം ബാക്ക് ടു ദി ഡിവൈൻ മെർസി ചേംബർ ഷോട്ട്സ്. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കാതെ പോകരുത്. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നടന്നു വരുന്ന രീതിയിലാണ് കരുണയുടെ ചിത്രത്തിൽ അവിടുത്തെ പാദങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. നമുക്കറിയാം, ദൈവത്തിന് നമ്മോടുള്ള കരുണയുടെ പ്രവൃത്തിയുടെ കൾമിനേഷനാണ് കുരിശിലെ ബലി എന്ന് പറയുന്നത്. അതായത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെല്ലാം ഈശോ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി ഈശോ കുരിശിൽ മരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന മുഴുവൻ ശിക്ഷയും ഈശോ സ്വയം ഏറ്റെടുക്കുക. ഇതിനപ്പുറം മറ്റെന്തൊരു കരുണയുടെ പ്രവൃത്തിയാണ് കർത്താവിന് ചെയ്യാനുള്ളത്? അങ്ങനെ നമ്മോടുള്ള കരുണയെ പ്രതി കർത്താവ് കുരിശിൽ മരിച്ച ശേഷം നേരെ സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ടനാവുകയല്ല ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റ ശേഷവും വീണ്ടും തൻ്റെ ജനത്തെ അന്വേഷിച്ച് ദൈവം ഇറങ്ങി വരുന്നത് കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട്. തിബരിയൂസിന്റെ തീരത്ത് ഒരിക്കൽ ഉപേക്ഷിച്ച വള്ളവും വലയും എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന പത്രോസും യാക്കോബും യോഹന്നാനും തോമസും നഥാനിയേലും രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ തളർന്നു വരുമ്പോൾ വഞ്ചിയുടെ വലതുഭാഗത്ത് വലയിറക്കാൻ കർത്താവ് അവരോട് പറയുകയാണ്. അവരെ അന്വേഷിച്ച് ചെല്ലുന്ന കർത്താവ് ആ വാക്കനുസരിച്ച് അവർ വലയിറക്കുമ്പോൾ ആ വല നിറച്ച് മീൻ കിട്ടുകയാണ്. ആ മീനും വലിച്ചു കയറ്റിക്കൊണ്ട് കരയിലേക്ക് വരുമ്പോൾ വിശന്ന് തളർന്ന് കയറി വരുന്ന തൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി, തൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടി ഒരമ്മയെ പോലെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ആ കരുണാർദ്ര സ്നേഹവുമായി തൻ്റെ ശിഷ്യരെ അന്വേഷിച്ച് ഇറങ്ങി വരുന്ന കർത്താവിനെയാണ് ദൈവ കരുണയുടെ ഛായാചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇന്നും ദൈവ കരുണയുടെ ഛായാചിത്രത്തിൽ എന്നെയും നിങ്ങളെയും അന്വേഷിച്ചിറങ്ങി വരുന്ന നാഥനെ നമ്മൾ കാണുകയാണ്. ആ കാരുണ്യത്തെ നമ്മൾ നിസ്സാരമായി കാണരുത്. അതുകൊണ്ട് ആ കരുണയെ നമ്മൾ ആരാധിക്കണം. ദൈവകരുണയുടെ ഛായാചിത്രം അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഈശോയെ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കരുണയെ ആരാധിക്കാൻ നമുക്ക് കഴിയട്ടെ. God bless you abundantly.